കേരളത്തിൽ നിന്ന് നിങ്ങൾ ഗോവയിലേക്ക് ട്രിപ്പ് പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഗോവയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് എടുക്കേണ്ട 2 ട്രെയിനുകളുണ്ട്. ആ ട്രെയിനുകളെ കുറിച്ചിട്ടും ഏത് റെയിൽവേ സ്റ്റേഷനാണ് നിങ്ങൾ ഇറങ്ങേണ്ടത് എന്നുള്ളതും റെയിൽവേ സ്റ്റേഷനും ഈ ഒരു യാത്രയും എങ്ങനെയുണ്ട് എന്നൊക്കെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ട്രെയിൻ വ്ലോഗാണ് നിങ്ങൾ ഈ വീഡിയോയിലൂടെ കാണാൻ പോകുന്നത്. ഫബീറാണ്, വെൽക്കം ബാക്ക് ട്രാവൽ ഫബീർ. അപ്പോൾ നമ്മൾ നമ്മുടെ ഗോവയിലെ 3 ദിവസത്തെ ട്രിപ്പ് കഴിഞ്ഞിട്ട് നമ്മളിന്ന് തിരിച്ച് തിരിയ റെയിൽവേ സ്റ്റേഷനിൽ നാട്ടിലേക്ക് പോകണം കേട്ടോ. റെയിൽവേ സ്റ്റേഷൻ വരെ നമ്മളെ പാക്കേജ് എടുത്തവർ തന്നെ നമ്മളെ ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞിരുന്നു. നമ്മളെ ട്രെയിൻ എന്ന് പറഞ്ഞ് നേത്രാവതിയാണ് ഉള്ളത്. നേത്രാവതി ഏകദേശം 8 മണിക്ക് എത്തേണ്ട ട്രെയിനാണ്. ഏകദേശം ഒരു 2 മണിക്കൂർ ലേറ്റ് ആണ്, അതായത് ഏകദേശം 10 മണിയും. നമ്മളിപ്പോൾ ഉള്ളത് തിവിയ റെയിൽവേ സ്റ്റേഷനിലാണ്. ട്രെയിൻ ലേറ്റ് ആയതുകൊണ്ട് മാത്രമല്ല കേട്ടോ ഈ ഒരു തിരക്ക്. അതായത് ഗോവയിലെ മെയിൻ ആയിട്ട് ആളുകൾ വരുന്ന റെയിൽവേ സ്റ്റേഷനാണിത്. ഇപ്പോൾ ഒരു ട്രെയിൻ വന്ന് നിർത്തിയുള്ളൂ, അപ്പോൾ അതിന്റെ തിരക്കാണ്. നമ്മുടെ ട്രെയിൻ നമുക്കുള്ളത് അപ്പുറത്തെ സൈഡിൽ നിന്നാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ആ സൈഡിൽ പോയി നിൽക്കേണ്ടതായിട്ടുണ്ട്. ഐ ലവ് യു തിവിയം. യെസ്, നോർത്ത് ഗോവയിലെ ഒരു റെയിൽവേ സ്റ്റേഷൻ. ഗോവയിൽ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ മസ്റ്റായിട്ട് വരേണ്ട റെയിൽവേ സ്റ്റേഷൻ എന്നുള്ള പ്രത്യേകത കൂടിയിട്ട് ഇതിലുണ്ട് കേട്ടോ. ആക്ച്വലി നമ്മുടെ ട്രെയിന് 2 അവർ അല്ല, ഏകദേശം 3 അവർ ഇപ്പോൾ ലേറ്റ് ആയിട്ടുണ്ട്. എന്തായാലും നമുക്ക് ഇവിടുന്ന് ഒരു ബ്രിഡ്ജ് ഉണ്ട്, അവ കയറിയിട്ട് നമുക്ക് മുകളിലോട്ട് കയറണം. നല്ല രീതിയിലൊരു മഴ ഇപ്പോൾ പെയ്ത് തോർന്നതേ ഉള്ളൂ. ആക്ച്വലി കൊങ്കൺ റൂട്ടായതുകൊണ്ട് തന്നെ ട്രെയിനുകളൊക്കെ ലേറ്റ് ആയിട്ടാണ് ഓടുന്നതാണ് അറിയാൻ കഴിഞ്ഞത്. ഇതേ വീണ്ടും ദിവ്യം ഗോവയിലെ തിരിയോ റെയിൽവേ സ്റ്റേഷനിലേക്ക് കേരളത്തിൽ നിന്ന് ആകെ മെയിനായിട്ട് 2 ട്രെയിനുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഒന്ന് തിരുവനന്തപുരത്ത് നിന്ന് ലോകമാന്യക്ക് വരെ പോകുന്ന നേത്രാവതി എക്സ്പ്രസും, രണ്ടാമത്തേത് എറണാകുളത്ത് നിന്ന് ഡൽഹി വരെ പോകുന്ന മംഗള എക്സ്പ്രസും. നേത്രാവതിയിലൊക്കെയാണ് നിങ്ങൾ കേരളത്തിൽ നിന്ന് വരുന്നതെങ്കിൽ നിങ്ങളൊരു പുലർച്ചെ 6 മണിയോട് കൂടിയിട്ടാണ് ഈ തിവിയോ റെയിൽവേ സ്റ്റേഷനിൽ വണ്ടി എത്തുന്നത്. അതല്ല മംഗള ലക്ഷദ്വീപ് ട്രെയിനിലാണ് നിങ്ങൾ പോകുന്നുണ്ടെങ്കിൽ പുലർച്ചെ 2 മണിയോട് കൂടിയിട്ടൊക്കെ നിങ്ങൾ ഇവിടെ എത്തും. ഇനി റിട്ടേൺ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മംഗള ലക്ഷദ്വീപ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 2 മണിക്ക് തിവിയത്തിൽ നിന്ന് നാട്ടിലേക്ക് പോകുന്നുണ്ട്. ഇനി നേത്രാവതി ആണെന്നുണ്ടെങ്കിൽ ഞങ്ങളിപ്പോൾ വന്ന സമയം 8 മണി. പക്ഷേ ഇന്ന് അത്യാവശ്യം നല്ല രീതിയിൽ ലേറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ആക്ച്വലി എനിക്ക് റെയിൽവേൻ്റെ ഈ ബോർഡ് ഉണ്ടല്ലോ, സ്റ്റേഷൻ എത്തുന്നതിന് മുമ്പ് നമ്മൾ കാണുന്ന ഒരു ബോർഡ്, അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എക്സ്പെഷ്യലി ഈ ഒരു റെയിൽവേ സ്റ്റേഷൻ ഈ ഒരു സമയത്ത് എന്താണെന്ന് അറിയില്ല, ഭയങ്കര കാം ആൻഡ് ക്വയറ്റ് ആണ്. കൂടാണ്ട് നല്ല രീതിയിൽ മഴയും പെയ്യുന്നതുകൊണ്ട് ആ മഴ പെയ്യുന്ന സൗണ്ടൊക്കെ കൂടിയിട്ട് കേട്ടിട്ട് ഇങ്ങനെ കൂടെ നടക്കുമ്പോഴേ അതൊരു വേറെ ഫീൽ തന്നെ ഉണ്ട് കേട്ടോ. ഞാൻ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നമുക്ക് തിവിയം എന്നുള്ളൊരു ബോർഡ് ഉണ്ടല്ലോ, അത് ജസ്റ്റ് ഒന്ന് പോയിട്ട് അതിൻ്റെ അടുത്തിൽ പോയിട്ടൊന്ന് ഫോട്ടോ എടുക്കണം. അപ്പം അങ്ങോട്ടേക്ക് നടക്കുകയാണ്. ട്രെയിന് വരാൻ ഇനിയും സമയമുണ്ട്. ആക്ച്വലി ഇവിടെ കിടക്കുന്ന ട്രെയിന് ഡൽഹിയിൽ നിന്ന് വരുന്ന ട്രെയിനാണ് കേട്ടോ. ഡൽഹിയിൽ നിന്ന് മഡ്ഗാൻ വരുന്ന ട്രെയിനാണ് ഇപ്പോൾ ഈ കിടക്കുന്നത്. പക്ഷേ തിവിയം റെയിൽവേ സ്റ്റേഷൻ ഏകദേശം ഇപ്പോൾ ഒരു അരമണിക്കൂറോളം ഈ ട്രെയിൻ ഇവിടെ വന്ന് കിടക്കുന്നത്. നമ്മൾ റെയിൽവേ സ്റ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും നമ്മുടെ ലൈഫിൽ ഒരു മെമ്മറി ആയിട്ടുള്ള ഒരു സംഭവമാണ്. എസ്പെഷ്യലി നൈറ്റ് യാത്രയ്ക്ക് ഒരു പ്രത്യേക ഫീൽ തന്നെയാണ്. റെയിൽവേ സ്റ്റേഷനിൽ നമ്മളിങ്ങനെ പോകാനുള്ള ട്രെയിൻ ഇങ്ങനെ കാത്തുക്കുക എന്നൊക്കെ പറയുമ്പോൾ അതൊക്കെ ഭയങ്കര നെസ്റ്റ് ഉണ്ട്. റെയിൽവേ സ്റ്റേഷനിൽ തന്നെ നമുക്ക് ഇങ്ങനെ ഒരു ട്രെയിൻ വരാൻ വേണ്ടി ഇങ്ങനെ കാത്തിരിക്കാൻ പറ്റും. ആ കാത്തിരിപ്പിന് ഒരു പ്രത്യേക ഒരു അനുഭൂതി കൂടിയിട്ടുണ്ട് എന്നുള്ളതാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ഏകദേശം ബോർഡിന്റെ അവിടെ എത്താറായിട്ടുണ്ട്. ഇപ്പൊ നമ്മളവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് ഓപ്പോസിറ്റ് സൈഡിലുള്ള ബോർഡാണ് കേട്ടോ. അപ്പോൾ ഇവിടെ വന്നെടുക്കുന്ന ട്രെയിൻ ഏകദേശം പോകാനായിട്ടുണ്ട്. അതിന് സിഗ്നലൊക്കെ വീണെടുക്കുന്നുണ്ട്. ഇപ്പൊ പോകും എന്ന് വിചാരിക്കുന്നു. ഗോവയിൽ വന്നിട്ട് നമുക്ക് കുറച്ച് പീസ്ഫുൾ ആയിട്ടൊക്കെ ഇരിക്കാൻ തോന്നിയിട്ടുള്ള ഒരു സ്ഥലമാട്ടോ. അപ്പോൾ ഇവിടെ കുറച്ച് നേരം ഈ ഒരു മഴയത്ത് ട്രെയിനും കാത്തിട്ട് ഇങ്ങനെ ഇരിക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. കുറച്ച് ടൈം ഇവിടുത്തെ ഒരു സൗണ്ട് ആംബിയൻസ് മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ശരിയായ ഒരു ഫീല് നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ഞാൻ കുറച്ച് നേരം മിണ്ടാണ്ട് ഇങ്ങനെ നിൽക്കാം. അപ്പോൾ ബാക്ക്ഗ്രൗണ്ട് സൗണ്ട് നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് കേട്ടാൽ മതി.
ഏറെ നാളത്തെ കാത്തിരിപ്പിനൊടുവിൽ നമ്മൾ 3 മണിക്കൂറൊക്കെ കാത്തിരുന്നിട്ട് നമ്മുടെ ട്രെയിന് പതുക്കെ വരുന്നുണ്ട് കേട്ടോ. പതുക്കെ വരുന്നു. അല്ല ഫ്രണ്ടിലെ 2 കോച്ച് അതിൽ സ്ഥലം ഉണ്ട് കേട്ടോ. സെക്കൻഡ് ക്ലാസ്സാണ് ആ ഫ്രണ്ടിൽ കാണുന്നത്. അതിൽ സ്ഥലമുണ്ട്. പക്ഷേ ഇതാ നമ്മുടെ കോച്ചെത്തി. ഓടണ്ട. आपको 1 बजे का दे दूँगी। नंबर है ഇവിടെ അങ്ങനെ ഒരു 45 മിനിറ്റൊക്കെ ഒടുവിൽ നമ്മൾ മഡ്ഗാവ് റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. നല്ല മഴ എന്ന് പറഞ്ഞാൽ നല്ല മഴ കേട്ടോ. എന്റെ ട്രെയിൻ യാത്രയിൽ ഇത്രയധികം മഴ ആസ്വദിച്ചുകൊണ്ടുള്ള ഒരു യാത്ര അത് ആദ്യമായിട്ടാണ് കേട്ടോ. ആ മഴയും ആ രാത്രി വൈബും ഒക്കെ കൂടിയിട്ടുള്ള ഒരു അടിപൊളി ആംബിയൻസ്. ആക്ച്വലി നമ്മൾ പണ്ടൊക്കെ ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ ഇത്തരത്തിലുള്ള ഒരു ആംബിയൻസ് ഒക്കെ നമ്മൾ ആഗ്രഹിച്ചിരുന്നത്. നമ്മളിപ്പോൾ ഉള്ളത് മഡ്ഗാവ് റെയിൽവേ സ്റ്റേഷനിലാണ്. മഡ്ഗാവ് ഏകദേശം അരമണിക്കൂറായിട്ടോ ട്രെയിൻ ഇങ്ങനെ നിർത്തിയിട്ടുണ്ട്. നല്ല രീതിയിൽ മഴ പെയ്യുന്നുണ്ട്. മഴയുടെ ഒരു ആംബിയൻസ് വേറെ ലെവലുണ്ട്. അത്യാവശ്യം നല്ല ടൈം അവിടെ നിർത്തിയിട്ടുണ്ട്. ഇനി കുറച്ചു നേരം ഈ മഴയൊക്കെ നല്ല രീതിയിൽ ഒന്ന് ആസ്വദിച്ചിട്ട് കിടന്നുറങ്ങാന്നൊരു പ്ലാനിൽ ഇങ്ങനെ കുറച്ചെത്ര നേരം വെയിറ്റ് ചെയ്തിരുന്നത്. ഞാനേ ഈ യാത്രയിൽ നമ്മൾ കാണുന്ന ചില കാഴ്ചകളും ചില സൗണ്ടുകളൊക്കെ നമുക്ക് നമ്മുടെ യാത്രയിൽ ഭയങ്കര ഒരു മെമ്മറീസ് ആയിരിക്കും. അങ്ങനെ എൻ്റെ ഈ ഒരു യാത്രയിൽ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു സംഭവമായിരുന്നു കേട്ടോ ഈ ഒരു നൈറ്റ് ട്രെയിനിൽ യാത്രയും ഈ മഴയും കൂടിയിട്ടുള്ള ആ ഒരു സൗണ്ട് ആംബിയൻസ് എന്നുള്ളത്. അപ്പോൾ അത് നിങ്ങൾക്ക് കൂടി ആ ഒരു ഫീല് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചില സ്ഥലത്ത് കുറച്ച് ടൈം വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് ആ ഒരു റെയിനിൻ്റെ ഒരു സൗണ്ടും അതുപോലെ തന്നെ ആ ഒരു ആംബിയൻസ് ഒക്കെ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്തു കേട്ടോ. നമ്മുടെ ട്രെയിന് പതുക്കെ മുന്നോട്ട് പോകാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി നല്ല രീതിയിലൊന്ന് കിടന്നുറങ്ങണം. എന്നിട്ട് അപ്പോൾ നേരം വെളുക്കുമ്പോഴേക്കും നമ്മൾ നമ്മുടെ സ്ഥലത്ത് എത്തുമെന്നാണ് വിചാരിക്കുന്നത്.
ഗോവയിലേക്കൊക്കെ ട്രിപ്പ് പോകാൻ പ്ലാനൊക്കെ ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു 2 മന്ത് മുൻപെങ്കിലും നിങ്ങൾ ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്യാം കേട്ടോ. കാരണം ഈ ട്രെയിൻ മിക്ക സമയത്തും ടിക്കറ്റ് ഓപ്പൺ ആവുന്ന സമയത്ത് തന്നെ ഫുൾ ആവുന്നുണ്ട്. കാരണം വെച്ചാൽ അത്രയും പെട്ടെന്ന് ഫാസ്റ്റസ്റ്റ് ആയിട്ട് ഫില്ലാവുന്ന രണ്ട് ട്രെയിനുകളാണ് മംഗള ലക്ഷദ്വീപും അതുപോലെ തന്നെ ഈ ഒരു നേത്രാവതി ട്രെയിനും. എന്തുകൊണ്ടാണ് അത്രയും ഫാസ്റ്റ് ആയിട്ട് ഫില്ലാവുന്നത് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയിച്ചെങ്കിലും ഒന്ന് വീഡിയോ താഴെ കമൻറ്റ് ചെയ്യട്ടോ. ഇനി ഗോവയിലെ തിവി റെയിൽവേ സ്റ്റേഷൻ എത്തിയിട്ട് നിങ്ങൾക്ക് വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഗോവ 3 പകലും 2 നൈറ്റൊക്കെ അടിപൊളിയായിട്ട് കവർ ചെയ്യുന്ന പാക്കേജ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ നിങ്ങൾ വാട്സപ്പ് ചെയ്യാം. ഇതുപോലുള്ള ട്രാവൽ റിലേറ്റഡ് വീഡിയോസിനായിട്ട് ട്രാവൽ ടു ഫെബിന്റെ ഈ അക്കൗണ്ട് ഉണ്ടല്ലോ, അത് ഇപ്പൊ തന്നെ ഫോളോ ചെയ്തേക്കും.